ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കറിവേപ്പിലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇടുന്നത്. കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ ഒരു കറിവേപ്പില തൈ നട്ടുപിടിപ്പിക്കാൻ എല്ലാവരും തന്നെ നോക്കണം. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന കടകളിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയ്ക്ക് വിഷാംശം കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊന്നും ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. കറിവേപ്പില എടുത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി ഉണക്കിയതിന് ശേഷം നല്ല ഇങ്ങനെ എന്താ പറയണ്ടത്, കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ആ ഒരു ഇങ്ങനെ പൊടിഞ്ഞിതാകുന്ന ആ ഒരു രൂപത്തിലെത്തണം ഉണങ്ങിയിട്ട്. അതിൻ്റെ ചെറിയ തണ്ടുകളും എല്ലാം എടുക്കാം നമുക്ക് പൊടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഒരു എയർ ടൈറ്റായ പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതാണ് കുറച്ചെടുത്ത് നമുക്ക് കറികളിലേക്ക് ഇട്ടാൽ കറിവേപ്പിലിൻ്റെ ആ പച്ച മണവും നല്ല മണവും അതിൻ്റെ ഗുണവും എല്ലാം കിട്ടും കറികൾക്ക്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരിക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. Okay, bye.